ആദ്യം തന്നെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാ ചങ്ങാതിമാർക്കും ഷെഫിന് പോകുന്ന ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടക്കാച്ചി സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പി കേട്ടോ. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് വൈകുന്നേരം ഉണ്ടാക്കി നോക്കി സാധനം 5 മിനിറ്റ് കൊണ്ട് വീസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലോസ്കി ഐറ്റം തന്നെ, ഒന്നും പറയാനില്ല. നേരെ നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീ പിടിപ്പിച്ച ശേഷം ഉരുളി എടുത്ത് ചൂടാക്കാൻ വെക്കുക. ഉരുളി നല്ല സ്റ്റൈലായിട്ട് ചൂടാക്കിയ ശേഷം അതിലേക്ക് നെയ്യ് ഇങ്ങനെ വാരി വെതർ എൻ്റെ ചങ്ങാതിമാരെ. ഇതുപോലെ നെയ്യൊന്ന് ചൂടാക്കി അങ്ങ് എടുക്കുക. നെയ്യൊന്ന് ലൈറ്റായിട്ട് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഈ സേമിയ എടുത്തിടുക. സേമിയ മേടിക്കുമ്പോഴേക്ക് ഉപ്മാവിനുള്ള സേമിയ തന്നെ മേടിക്കണം. ചെറിയ പൊടിഞ്ഞ ഒരു സേമിയ ഉണ്ട്, അത് മേടിച്ച് വേണം. അല്ല പായസത്തിനുള്ള സേമിയ ഇടല്, ഉപ്മാവിനുള്ള സേമിയ കടയിൽ മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്, എന്നാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, അപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ സ്റ്റൈലായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത് ഓവറായിട്ട് കളറാവില്ല. കളറായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. അതുകൊണ്ട് ഈ രൂപത്തിലാവുമ്പോൾ മാറ്റി വെക്കുക. ശേഷം ഉരുളി ഒന്ന് വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് നെയ്യ് ഇങ്ങനെ സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് കട്ടക്കട്ടക്കട്ടക്കട്ടാന്ന് പറഞ്ഞാൽ പൊട്ടി ഇങ്ങ് രൂപത്തിലും ഭാഗത്തിലൊക്കെ വരുമ്പോൾ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്നൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇതുപോലെ അങ്ങ് മൂത്ത് ഈ രൂപത്തിലും ഭാഗത്തിലൊക്കെ അങ്ങ് വരുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ പച്ചമുളകും കൂടെ ഇട്ട് അവനെ ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കുക. കണ്ടോ, കളറാക്കല് വാട്ടിയെടുക്കുക. ശേഷം കാഷ്യൂനട്ട് നീളത്തിലുള്ളതോ 2ആയിട്ട് പൊടിഞ്ഞതോ 3ആയിട്ട് പൊടിഞ്ഞോ എടുത്ത് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ലൈറ്റ് കളറായാൽ മതി കേട്ടോ. ഇത്ര സാധനം ആയി കഴിയുമ്പോഴേക്ക് അതിലേക്ക് 2ആയിട്ട് 3ആയിട്ട് കയറിയ വത്തലമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക. ഇത്ര സാധനം ഇട്ട് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. ഇതെല്ലാം ചെറിയ മൂപ്പിക്കലേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ, സാധാ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ ലൈറ്റായിട്ട് മൂപ്പിച്ചെടുക്കുക ശേഷം സവാള ഇതുപോലെ ചെറുതായി പീസാക്കി അരിഞ്ഞത് നേരെ എടുത്ത് മറിക്കുക. അവനെയും ഒന്ന് മൂപ്പിച്ചെടുക്കുക, ഒന്ന് വാട്ടിയെടുക്കുക. മൊത്തത്തിലൊന്ന് വാട്ടിയെടുക്കുന്ന രൂപത്തിൽ. എന്നതിന് ശേഷം അതിലേക്ക് ഇതുപോലെ ബീൻസ് നീളത്തിലരിഞ്ഞതും ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും. ഉപ്മാവിൽ സാധാരണ ചെറുതായി അരിഞ്ഞാണ്, ഇത് പക്ഷേ ചെറിയ നീളത്തിൽ അരിയണം കേട്ടോ, എന്നാലും അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. എന്നിട്ട് അവനെയും ഇതിലിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിക്കുക. അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഗ്രീൻ പീസ് വേണമെങ്കിൽ ഇടാം, ഇട്ടില്ലേലും ഒരു കുഴപ്പമില്ല. ഗ്രീൻ പീസും നമ്മൾ ബോയിൽ ചെയ്ത ഗ്രീൻ പീസാണ്, അതും എടുത്തൊരു മറിക്കുക. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ഞാൻ എടുക്കുന്ന ഉപ്മാവിൻ്റെ അളവിനനുസരിച്ചുള്ള വെള്ളമാണ്. അപ്പോൾ ഒരു 2 ബോട്ടിൽ വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ബോട്ടിൽ വെള്ളം എടുക്കുക. ശേഷം കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, തേങ്ങാപ്പാലല്ല, പശുവും പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പശുവും പാലും കൂടെ ഒഴിച്ച ശേഷം ഉപ്പ് ആവശ്യത്തിന് വാരി വിതറുക. ഉപ്പും വാരി വിതറിയ ശേഷം ഇവനെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ അവനെ അങ്ങ് കലക്കി കൂട്ടണം. നല്ല കാടിവെള്ളം കലക്കുന്ന പോലെ അങ്ങ് നല്ലോണം കലക്കുക. അപ്പോൾ ഇവനങ്ങ് തിളച്ചങ്ങ് വരുന്ന കാണുമ്പോൾ ആ തിളച്ച് വരുമ്പോഴേക്ക് ബീൻസും ക്യാരറ്റും ഗ്രീൻ പീസും ഒക്കെ ഒന്ന് മൂത്ത് രൂപത്തിലായി വരുമ്പോഴേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ എടുത്തൊരു മറിച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇവനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക. ഇവനങ്ങ് സ്ലോ മോഷനിൽ എല്ലാം കൂടെ ചേർത്തങ്ങ് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇവന് ഏകദേശം ഒരു പകുതി വെന്തങ്ങ് കിട്ടും. സേമിയൊക്കെയാണ് പെട്ടെന്ന് വേവും കേട്ടോ, അതൊക്കെ ശ്രദ്ധിച്ചോണം. തീ ഓവറായിട്ട് ഇടല്ലേ, എല്ലാം കൂടെ കരിഞ്ഞൊരു പരുവായി പോവും. അതുകൊണ്ട് ചെറിയ ചൂടിൽ വേണം ഈ കലാപരിപാടികളൊക്കെ നടത്താൻ വേണ്ടി. ഈ രൂപത്തിലായി വരുമ്പോൾ ഇവനെ അങ്ങ് ചേർത്തങ്ങ് ഇതുപോലെ അങ്ങ് വെക്കുക. വെച്ച ശേഷം അടപ്പ് വെച്ച് ഒരു മാക്സിമം 3 അല്ല 4 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട കേട്ടോ, ഒന്ന് ആവി പിടിപ്പിക്കുക. ആവി പിടിച്ച ശേഷം ഇവനങ്ങ് തുറക്കുക. അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇങ്ങനെ ചിരണ്ടിയെടുത്തൊരു മറിച്ച ശേഷം എൻ്റെ ചങ്ങാതി എന്നെ സ്മെല്ലാ വരുന്നതറിയോ. എന്നിട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്യുമ്പോഴേക്ക് കിളി പറക്കും. സാധാരണ ഉപ്മാവിനേക്കാളും കിടിലോസ്കി ഉപ്മാവാണ് സേമിയ ഉപ്മാവ് എന്ന് പറയുന്ന സാധനം. ഈ സാധനം വൈകുന്നേരമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുക, കറി പോലും വേണ്ട. ഈ സാധനം ഇട്ടാൽ തേങ്ങയും കൂടെ ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ചകാന്ന് പറഞ്ഞ് എടുത്ത് കഴിക്കുകയും ചെയ്യും, നമുക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരും. ഇതുപോലെയുള്ള കിടിലോസ്കി ഐറ്റങ്ങളൊക്കെ കാണാൻ നമ്മുടെ ചാനലിലേക്ക് ഓടി വാ എൻ്റെ ചങ്ങാതിമാരെ. കിട്ടുക്ക സാധനങ്ങളല്ലേ, എത്ര ഐറ്റങ്ങളാണ് നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കിടക്കുന്നത്. കണ്ട് തകർത്ത് പൊളിച്ചടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. ആ സേമിയ ഉപ്മാവ് ഓൾമോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലൊരു മറിക്കുക. കണ്ടില്ലേ, കാണാൻ തന്നെ എന്നെ ഭംഗിയാന്ന് നോക്കി. എന്നിട്ട് ഇതിലൊരു പീസ് എടുത്ത് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഒരു പിടുത്തം അങ്ങനെ പിടിക്കാൻ പോകും. എന്നെ ആയാലും എനിക്ക് കൊതി വന്നിട്ട് രക്ഷയില്ല. ആ നെയ്യിലെല്ലാം കൂടെ മണം അടിച്ചിട്ട് ഒരു രക്ഷയില്ല. ഞാൻ ഒരു പിടുത്തം പിടിച്ചു. ശേഷം നമ്മുടെ സ്നേഹവും നിങ്ങളുടെ സ്നേഹവും എല്ലാം കൂടെ വെച്ചിട്ട് നിങ്ങൾക്കും കൂടെ അങ്ങ് വാരി വെതറോ എൻ്റെ ചങ്ങാതി. ഒന്നും നോക്കണ്ട, വൈകുന്നേരം ഉണ്ടാക്കി തകർത്ത അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഒരു കാരണവശാലും മറക്കും.